നിങ്ങളുടെ വീട്ടിൽ ഡെലിവറിക്ക് വന്നായിരുന്നു. അപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു, ഇപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഐ തിങ്ക് യു ആർ സഫറിങ് ഫ്രം സിംറ്റംസ് ഓഫ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. എന്താ ചെയ്യണ്ടേ? ഒന്നും പേടിക്കാനില്ല. ഓൾ യു നീഡ് ഈസ് എ മെഡിക്കൽ സപ്പോർട്ട്. ഫസ്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കുക. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ? എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഡോക്ടർ, ഞാൻ ഈ ഫുഡ് ഡെലിവറിയുടെ ഒക്കെ കാര്യമായിട്ട് ചെയ്യുകയാണ്. ഡെലിവറി പാർട്ട്ണറാണ്. അപ്പോൾ എന്ത് പ്രശ്നമായിട്ട് ഇങ്ങോട്ട് വന്നത്? ഡോക്ടർ, എനിക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത പെയിൻ, ഒരു കാര്യം എടുക്കാൻ പറ്റുന്നില്ല, കാഴ്ച മങ്ങുന്ന പോലെ തോന്നുന്നു. ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എന്നെ പുറകോട്ട് വലിക്കുന്നൊരു ഫീലാണ്. പ്രീതിയുടെ പരിശോധനയിലും MRI റിപ്പോർട്ടിലും മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന ഒരു രോഗമാണ്, അഥവാ MS എന്ന രോഗമാണ് കാണുന്നത്. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനെയും സ്പൈനൽ കോഡിനെയും കണ്ണുകളുടെ ഞരമ്പിനെയും ബാധിക്കുന്ന ഒരു രോഗമാണ്. ഡീമൈലിനേഷൻ എന്ന ഒരു പ്രശ്നമാണ് ഇതിലുണ്ടാവുന്നത്. ഈ രോഗത്തെ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ സാധിക്കില്ലെങ്കിലും നിയന്ത്രിച്ചു നിർത്തുന്നതിന് കൃത്യമായ ചികിത്സയും ഫിസിയോതെറാപ്പിയും മെച്ചപ്പെട്ട രീതിയിലുള്ള ജീവിതശൈലിയുടെയും സാധിക്കുന്നതാണ്. മനസ്സിലായി സർ. നമുക്കിത് ഓവർകം ചെയ്തല്ലേ പറ്റൂ. നമുക്കേ നമ്മളെ മനസ്സിലാക്കാൻ പറ്റൂ. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് അഥവാ MS നമുക്കിടയിലെ പലരിലും ഇന്ന് ഈ പേര് അപരിചിതമായിരിക്കും. എന്നാൽ 20-നും 40-നും ഇടയിൽ പ്രായമുള്ള ഒട്ടേറെ പേരുടെ ജീവിതത്തെ ഈ രോഗം നിശബ്ദമായി ബാധിക്കുന്നുണ്ട്. ഓരോ വ്യക്തിയുടെ ഉള്ളിലും നടക്കുന്നത് ഒരു വലിയ പോരാട്ടമാണ്. നേരത്തെ തിരിച്ചറിഞ്ഞാൽ കൃത്യമായ ചികിത്സയിലൂടെ ജീവിതശൈലിയിലൂടെ ഈ രോഗത്തെ നമുക്ക് നിയന്ത്രിക്കുവാനും വൈകല്യങ്ങളെ ചെറുക്കാനും കഴിയും. രോഗനിയന്ത്രണത്തിന് വേണ്ടത് നമ്മുടെ സഹതാപമല്ല, മറിച്ച് കുടുംബത്തിൻ്റെ പിന്തുണയും സമൂഹത്തിൻ്റെ കരുതലുമാണ്. നന്ദി.